ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജാലി തോട്ടത്തുമ്യാലിൽ. അപ്പോ നമുക്കിന്നൊരു ഗ്രാമർ ഗെയിം കളിച്ചാലോ? ഗ്രാമർ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 5 ക്വസ്റ്റ്യൻസ് തരും, 5 ട്രിക്കി സെന്റൻസസ്. ആ സെന്റൻസുകളിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാവും. ആ ഗ്രാമർ മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഗെയിമിന്റെ അവസാനം നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയെന്ന് നോക്കാം. അതിന് എന്ത് ചെയ്യണമെന്നറിയോ? ഒരു പേപ്പർ എടുക്കുക, സ്കോർ എഴുതി വെച്ചോളാം. ക്വസ്റ്റ്യൻ എത്ര ശരിയായി, എത്ര തെറ്റിപ്പോയി എന്നുള്ളത് ലാസ്റ്റ് പറയണം കേട്ടോ. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗെയിമിന്റെ റൂൾസ് പറയാം. ഓരോ ക്വസ്റ്റ്യനും 10 സെക്കൻഡ് വീതം നിങ്ങൾക്ക് കിട്ടും. ആ 10 സെക്കൻഡ് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് ആൻസർ എന്താന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഞാൻ ആൻസർ പറയും. അപ്പൊ നിങ്ങളുടെ ആൻസറും എന്റെ ആൻസറും സെയിം ആണോ എന്ന് നോക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഷീ ആൻഡ് ഹർ ഫ്രണ്ട് ഗോസ് ടു ദ ജിം എവറി മോർണിംഗ്. ഇവിടെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ് തെറ്റിപ്പോയത്. അതായത് സെന്റൻസിലെ സബ്ജക്ട് എന്താ? ഷീ ആൻഡ് ഹർ ഫ്രണ്ട്. എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഗോയെ ചേർക്കാൻ പാടുള്ളൂ, ഗോസ് ചേർക്കാൻ പാടില്ല. ഇത് ഞാൻ എങ്ങനെയാ പഠിപ്പിച്ചേക്കണെന്ന് അറിയോ? ഷീ ആൻഡ് ഹർ ഫ്രണ്ട് എത്ര പേരുണ്ട്? 2 പേരുണ്ട്. 2 പേരെ പറ്റി പരദൂഷണം പറയാവോ? നെവർ. പരദൂഷണമൊക്കെ 2 പേരെ പറ്റി പറഞ്ഞാലേ 2 പേരുണ്ട്, ഇടിയിട്ട് നല്ല ഇടി അല്ലേ? അപ്പൊ അങ്ങനെ പരദൂഷണം പറയാൻ പാടില്ലാത്ത കേസിൽ എസ് ചേർക്കാൻ പാടില്ല. ഈ പെണ്ണുമ്പിള്ള എന്തൊക്കെയാ പറയുന്നേ? പരദൂഷണം പറയേ, എസ് ചേർക്കാൻ പാടില്ലെന്നോ? മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാ പരദൂഷണം പറച്ചിലും കോൺകോഡും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കിടപ്പുണ്ട്. അതായത് ഇംഗ്ലീഷ് ഗ്രാമറിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് എളുപ്പത്തിൽ പഠിപ്പിക്കാവോ അങ്ങനെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് എന്റെ ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനകത്ത് ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നത്. ഇതുപോലത്തെ കുറെ ഉടായ്പകളുണ്ട് കേട്ടോ, കുറെ എളുപ്പ വഴികളുണ്ട്. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഈ പരദൂഷണം പറച്ചിലും കോൺകോഡും മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ വീഡിയോസ് കാണാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഷീ ആൻഡ് ഹർ ഫ്രണ്ട് ഗോ എന്നാ വരേണ്ടത്, ഗോസ് അല്ല. അപ്പൊ എങ്ങനെയാ വരുന്നേ? ഷീ ആൻഡ് ഹർ ഫ്രണ്ട് ഗോ ടു ദ ജിം എവറി മോർണിംഗ്. ഇവിടെ നിങ്ങളോടൊരു ചോദ്യം. ഈ സെന്റൻസ് ഏത് ടെൻസിലാ കിടക്കുന്നേ? പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇനി പാസ്റ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, അതുപോലെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഇതിലേതിലാ? ഏത് ടെൻസിലാണ് ഈ സെന്റൻസ് കിടക്കുന്നത്? ഇനി ഇത് ഏത് ടെൻസിലാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. അതറിയാവോ? ഒരു സെന്റൻസ് ഏത് ടെൻസിലാ കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അതിനകത്ത് കുറച്ച് സിഗ്നലുകൾ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് സിഗ്നൽ തന്നാൽ അറിയാലോ, പച്ച ചുമപ്പും ഒക്കെ കണ്ടാൽ നമുക്ക് അറിയാലോ എന്താണ്. അതുപോലെ ചില സെന്റൻസുകളിൽ ചില സിഗ്നൽസ് കണ്ടാൽ നമുക്കറിയാം അത് ഏത് ടെൻസിലാണെന്ന്. ഇവിടുത്തെ സിഗ്നല് എവറി മോർണിംഗ് ആണ്. എവറി മോർണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അല്ലേ? എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, ഹാബിച്വൽ ആക്ഷൻസ്, ഹാബിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. ഇതുപോലെ മിക്കവാറും എല്ലാ ടെൻസിനും സിഗ്നൽ വേർഡ്സ് ഉണ്ട്. ഈ സിഗ്നൽ വേർഡ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ഗ്രാമർ കോഴ്സിൽ പഠിക്കാട്ടോ. വേണമെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തു. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് സെക്ഷനിലും കിടപ്പുണ്ട് ലിങ്ക് കേട്ടാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ, 2ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? 2ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: I have less books on my shelf than you. ഈ സെന്റൻസിലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ തെറ്റിപ്പോയി. അതായത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെ വേർഡ് ഉണ്ടല്ലോ, അഡ്ജക്റ്റീവ് തെറ്റിപ്പോയി എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ലെസ് എന്ന് പറയുന്നത് ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്. ഇതാണ് ഇതിന് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രി, ലെസ് എന്ന് പറഞ്ഞാൽ കമ്പാരറ്റീവ് ഡിഗ്രി, ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പൊ ഈ ലിറ്റിൽ, ലെസ്, ലീസ്റ്റ് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എണ്ണാൻ പറ്റാത്ത സാധനങ്ങളുടെ കൂടെയാണ്. പൊതുവെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ലിറ്റിൽ വെച്ചാൽ തരാം. അപ്പൊ നമുക്ക് വലുതായിട്ട് തെറ്റി പോകാൻ ചാൻസ് ഇല്ല. കാരണം ലിറ്റിൽ നമുക്ക് കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്, പല സ്ഥലത്തും കാണാറുണ്ട്. നമ്മൾ കൂടുതൽ ലിറ്റിലിനെ പറ്റിയ ചിന്തിക്കാറ്. പക്ഷെ ഈ ക്വസ്റ്റ്യനകത്ത് ഈ സെന്റൻസിൽ ലെസ് ആണ് കൊടുത്തേക്കണേ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല ലെസ്സോ
എന്ന് നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ നമ്മൾ അതിന്റെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ചിന്തിക്കുക. അപ്പൊ മനസ്സിലായി ലിറ്റിലിന്റെ കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. ഈ ലിറ്റിലും ഫ്യൂവും തമ്മിലൊരു പ്രശ്നമുണ്ട്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ലിറ്റിലിനെ ചേർക്കുക. എണ്ണാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ഫ്യൂ ആണ് ചേർക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളം നമുക്ക് എണ്ണാൻ പറ്റുമോ? വെള്ളം ഇങ്ങനെ എടുത്തിട്ട് 1 വെള്ളം 2 വെള്ളം 3 വെള്ളം 4 വെള്ളം അങ്ങനെ പറ്റത്തില്ല. പക്ഷെ വെള്ളത്തിന്റെ തുള്ളികളെ എണ്ണാൻ പറ്റും. 1 വാട്ടർ ഡ്രോപ്പ്, 2 വാട്ടർ ഡ്രോപ്പ്, 3 വാട്ടർ ഡ്രോപ്സ് അങ്ങനെ പറയാം അല്ലേ? അതല്ല ഇനി വെള്ളത്തിന്റെ ബോട്ടിൽ ആണെങ്കിൽ 1 വാട്ടർ ബോട്ടിൽ, 2 വാട്ടർ ബോട്ടിൽ, 3 വാട്ടർ ബോട്ടിൽസ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലെ? അപ്പൊ ഈ എണ്ണാൻ പറ്റുന്ന സാധനങ്ങളുടെ കൂടെ നമ്മൾ ഫ്യൂ ഉപയോഗിക്കും. അതായത് ഫ്യൂ വാട്ടർ ബോട്ടിൽസ് എന്ന് പറയാം. പക്ഷെ വെറും വെള്ളത്തിന് മാത്രം പറയുന്നെങ്കിൽ ലിറ്റിൽ വാട്ടർ എന്നേ പറയാൻ പറ്റുള്ളൂ. ലിറ്റിൽ വാട്ടർ ആൻഡ് ഫ്യൂ വാട്ടർ ബോട്ടിൽസ്. ഡിഫറൻസ് മനസ്സിലായോ? എണ്ണാൻ പറ്റാത്ത സാധനങ്ങളുടെ കൂടെ നമ്മൾ ലിറ്റിലും എണ്ണാൻ പറ്റുന്ന സാധനങ്ങളുടെ കൂടെ നമ്മൾ ഫ്യൂമാണ് ഉപയോഗിക്കുക. ഈ സെന്റൻസിൽ നമുക്ക് ബുക്സ് ആണ് കൊടുത്തേക്കണേ. ബുക്സ്, ദേ ഇവിടെ കാണുന്ന ബുക്സ് കണ്ട, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ? അതുപോലെ 1 ബുക്ക്, 2 ബുക്ക്, 3 ബുക്ക്, 4 ബുക്ക് അങ്ങനെ എണ്ണാൻ പറ്റുന്നില്ലേ? അപ്പൊ എണ്ണാൻ പറ്റും. സോ നമ്മളിവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? ഫ്യൂ ആണ് ഉപയോഗിക്കേണ്ടത്, ലിറ്റിൽ അല്ല. അപ്പൊ ലിറ്റിലിന്റെ കമ്പാരറ്റീവ് ഡിഗ്രിയായ ലെസ് നമ്മൾ ഈ സെന്റൻസിൽ ഉപയോഗിച്ചതുകൊണ്ട് ഫ്യൂവിന്റെ കമ്പാരറ്റീവ് ഡിഗ്രിയായ ഫ്യൂവർ ഉപയോഗിക്കണം. പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ കാണുന്നത് ലെസ്സിന് പകരം ഫ്യൂവർ എന്ന് മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. എന്തുകൊണ്ട് ലെസ്സിന് പകരം ഫ്യൂ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല? ലെസ്സിന് പകരം ഫ്യൂവർ വരണം. ഇനി ഇതിന് പകരം ഇവിടെ ഇപ്പം ലെസ് അല്ല ലിറ്റിൽ ആന്നിരിക്കട്ടെ, അപ്പൊ ആൻസറിനകത്ത് എന്ത് വരും? ഫ്യൂ വരും. അപ്പൊ ഇവിടെ ലിറ്റിൽ ആണെങ്കിൽ ഫ്യൂ വരും, ലെസ് ആയതുകൊണ്ട് ഫ്യൂവർ വരും, ലീസ്റ്റ് ആയിരുന്നെങ്കിൽ ഫ്യൂവെസ്റ്റ് വരും. മനസ്സിലായോ? നമ്മൾ സെന്റൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെന്റൻസിൽ തെറ്റ് ശരിയാണ്, തെറ്റ് മനസ്സിലായി, പക്ഷെ തെറ്റ് തിരുത്തി എഴുതുന്ന സാധനം അത് കറക്റ്റ് ആയിരിക്കണം. ഓപ്ഷൻസിനകത്ത് നിങ്ങൾക്ക് ഫ്യൂ ഉണ്ടാകും, ഫ്യൂവർ ഉണ്ടാവും, ഫ്യൂവെസ്റ്റ് ഉണ്ടാവും. അതിൽ ലെസ്സിന് ആയതുകൊണ്ട് ഫ്യൂവർ തന്നെ വരണം എന്നുള്ളത് ശ്രദ്ധിക്കണം. അതാണ് പലർക്കും തെറ്റിപ്പോവുക. ഇങ്ങനത്തെ ചെറിയ 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 ശ്രദ്ധക്കുറവുകളാണ് നമുക്ക് വലിയ 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 നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ആൻസർ എന്താ വരിക? ഐ ഹാവ് ഫ്യൂവർ ബുക്സ് ഓൺ മൈ ഷെൽഫ് ദാൻ യു. അതാണ് കറക്റ്റ് ആൻസർ. ബൈ ദ വേ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കാനും ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. ആ ഉടായ്പകളൊക്കെ എവിടെയാ കിട്ടാൻ അറിയാമല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ. There is a lot of reasons to visit that place. ഇവിടെയും സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ് തെറ്റിയിരിക്കുന്നത്. ലോട്ട് ഓഫ് റീസൺസ് ആണ്. റീസൺസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? കുറെ എണ്ണം ഉണ്ട്. പക്ഷെ സെന്റൻസിനകത്ത് ഈസാ കിടക്കുന്നത്. ദർ ഇസ് എ ലോട്ട് ഓഫ് റീസൺസ് കിടക്കുന്നത്. റീസൺസ് ഒരുപാടുള്ളപ്പോൾ ഈസ് പറയാമോ? ഇല്ല, 6 പറയേണ്ടത്. ദർ ആർ എ ലോട്ട് ഓഫ് റീസൺസ് എന്നാണ് പറയേണ്ടത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ദർ ആർ എ ലോട്ട് ഓഫ് റീസൺസ് ടു വിസിറ്റ് ദാറ്റ് പ്ലേസ്. ഈ ഗ്രാമർ ഗെയിം ചലഞ്ചിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ. എന്നാലേ എനിക്കും അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇനിയും 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 ഇതുപോലത്തെ വീഡിയോസ് ചെയ്യും. ലൈക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. She invited John and I to the party. ഇവിടെ പ്രോനൗൺ തെറ്റിപ്പോയല്ലേ? ജോൺ ആൻഡ് ഐ അല്ല, ജോൺ ആൻഡ് മീ ആണ് വരേണ്ടത്. എന്തുകൊണ്ടാ? ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് പ്രോനൗണാ. ഈ സെന്റൻസിനകത്ത് ഐ സബ്ജക്റ്റ് ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഒബ്ജക്റ്റ് ആയിട്ടാ വന്നേക്കണേ. അപ്പോൾ ഐ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ മീ എന്നാണ് വിളിക്കുക അല്ലേ? ഞാൻ എന്ന് പറയുന്നതും എന്നെ എന്ന് പറയുന്ന വ്യത്യാസമില്ലേ? അതുപോലെ ഐ മീ ആയിട്ട് മാറണം. സോ കറക്റ്റ് ആൻസർ ഷീ ഇൻവൈറ്റഡ് ജോൺ ആൻഡ് മീ ടു ദ പാർട്ടി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇച്ചിരി ട്രിക്കിയാണ്. ശരിക്ക് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇറ്റ്സ് നോട്ട് ഫെയർ that I didn't get chosen. ഇവിടെ ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ളൂ.
ഒരു വള്ളിയുടെയും പുള്ളിയുടെയും മിസ്റ്റേക്കും ഉണ്ടായിരുന്നുള്ളൂ. ഒരു അപ്പോസ്ട്രോഫി അത് വിട്ടുപോയി. അപ്പോ ഇവിടുത്തെ ക്വസ്റ്റ്യനകത്ത് ഇറ്റ്സ് ആണ് കിടക്കുന്നത്. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്നുള്ള മീനിങ് ആണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കണത്? ഇറ്റ് ഈസ് ആണ് വരണ്ടേ ഇവിടെ. ഇറ്റ് ഈസ് അത്. സത്യം പറഞ്ഞ ഈ സെന്റൻസിനകത്ത് തിരുത്താൻ മാത്രമൊന്നുമില്ല, ഒരു അപ്പോസ്ട്രോഫി അങ്ങ് ചേർത്താൽ മതി. കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് നോട്ട് ഫെയർ ദാറ്റ് ഐ ഡിഡന്റ് ഗെറ്റ് ചോസൺ. ഇതുപോലെ കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് ഞാൻ വേറെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കി നോക്ക്. അതുപോലത്തെ കൺഫ്യൂസിങ് വേർഡ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നേ. കാണാൻ ഒരുപോലെ ഇരിക്കുന്നവരെ സൂക്ഷിക്കേണ്ടത്. അവര് തമ്മി മാറിപ്പോകൂലേ. എങ്ങനെയുണ്ട് ഇന്നത്തെ ഗ്രാമർ ചലഞ്ച്? എത്ര മാർക്ക് കിട്ടി? കമന്റ് ചെയ്യണേ. എനിക്കും അറിയാലോ, നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നത് കമന്റ്സിൽ കൂടിയാ. നിങ്ങൾ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ലെവലിലെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ കമന്റ് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് എവിടെയുണ്ട്? ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് സെക്ഷനിലും. ഇനി ഇതുപോലത്തെ കൺഫ്യൂസിങ് വേർഡ്സിന്റെയും ഇതുപോലത്തെ ഗ്രാമർ ചലഞ്ചുകളും ഒക്കെ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. പോയി നോക്ക്. അപ്പൊ അവിടെ കാണുന്നുണ്ടാവും. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് കണ്ട് കൂടുതൽ പഠിക്കണം കേട്ടോ. അപ്പൊ ശരി എന്നാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.